രാവിലെ ജിമ്മിൽ പോയി ഒരു 3/4 മണിക്കൂർ ജിമ്മിൽ ഇരുന്നു. അതിനുശേഷം തന്നെ വെട്ടിക്കവല ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നു. നല്ല രാവിലെ ഒരു 8 മണിയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വെയിൽ, രാവിലത്തെ വെയിൽ കൊള്ളണമെന്ന് എൻ്റെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു രാവിലത്തെ കുറച്ച് വെയിൽ കൊള്ളണം, കാരണം ഈ ശരീരത്തിന് ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അന്നേരം പറഞ്ഞു രാവിലത്തെ വെയിൽ നല്ലപോലെ കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടീഷർട്ടൊക്കെ ഊരിയിട്ട് ആ വെയിൽ ഒരു 10-15 മിനിറ്റ് നല്ല വെയിലുണ്ട് അവിടെയൊക്കെ ഒന്ന് നടന്നു. നേരെ വീട്ടിലെത്തിയിട്ട് രാവിലെ അച്ഛന് ദോശയും മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തുള്ളൊരു കറിയാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ. ഇവിടെ ഇരിക്കും. ഇല്ലില്ല, അച്ഛൻ ഇവിടെ ഇരിക്കും, ഇത് കഴിക്കാം. ഇവിടെ ഇരിക്കും. ഓ ഇരിക്കും. നല്ല മുട്ട ഉരുളക്കിഴങ്ങും ചേർത്ത കറിയാണ്. ചാറുണ്ട് ഒരുപാട്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കുറേ സുഹൃത്തുക്കൾ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറിയൊക്കെല്ലാം ഭയങ്കര ചാറ് കൂടുതല. പിന്നെ നമുക്ക് ഉച്ചക്കലത്തെ കൂടെ നമ്മൾ എടുക്കും ഒഴിക്കാനായിട്ട്, അല്ലേ? മുട്ടയോടെ എടുക്കണം കേട്ടോ ചാർ മുട്ടയും കൂടെ എടുക്കണം. രാവിലെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കില്ല ചാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഈ മുട്ടയോടെ എടുക്കണോ? മുട്ടയോടെ എടുത്ത് കഴിക്കേ. അത് നല്ലേ? ആ നല്ലേ, അത് കഴിക്കണം. അച്ഛനെല്ലാം നല്ലതെന്ന് പറയും, ചിലപ്പം കഴിക്കത്തില്ല. മുട്ട വെച്ച് എടുക്കുന്നില്ലല്ലോ. ആ മുട്ട ഇവിടെ എടുത്ത് കഴിക്കേ. മുട്ട അത് നല്ല, അതെടുത്ത് കഴിക്കും. നല്ല സാറത് കഴിക്കാത്തണ്ടല്ലേ? സാറ് കഴിക്കണോ അത്? ഞാൻ രാവിലെ ജിമ്മിനും പോയി, പിന്നെ ഗ്രൗണ്ടിൽ പോയി കുറച്ച് നടന്ന് വെയിലൊക്കെ കൊണ്ടുണ്ട്. തീർന്നു. ശകലം കൂടെ കഴിക്കുമല്ലോ, മുട്ടയോടെ കഴിച്ചാൽ ഓക്കെ ആയി. അച്ഛൻ കഴിക്കും. അപ്പം അങ്ങനെ അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഓക്കെ അച്ഛാ. ഏതാ എന്തുവാ അത്? ഗ്ലാസ് ആപ്പിൾ. അത് കറക്റ്റ് വായിക്കും. കഴിക്ക്. ഓക്കെ ഓക്കെ അച്ഛൻ കഴിക്കും കേട്ടോ, കഴിക്ക്. ഓക്കെ 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 ഓക്കെ. ആ ഈ മുട്ടയോടെ എടുത്ത് കഴിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു.